അസി എന്താ പരിപാടി ഇപ്പൊ നോമ്പൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഈ നോമ്പിനൊന്നും കൂടുകയാണ്. നിങ്ങൾ ഉണ്ടാക്കിച്ച പൊറോട്ട 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 ഒക്കെ റെഡിയാക്കി അവിടെ വെച്ചിന്. പിന്നെ അതൊക്കെ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ കറിക്കും വേണ്ടി മസാല ഒക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കറി ഇത് പറഞ്ഞാല് ഒരു പ്രത്യേക ചിക്കൻ കറിയാ. നോക്കി കണ്ടോ, ഇതില് എന്താ വെച്ചാല് ഇതിലിട്ട സാധനങ്ങൾ എന്താന്ന് വെച്ചാല് അത് സീക്രട്ടാണ്, അത് പറയാൻ പാടില്ല. കാരണം ഇത് എങ്ങനെയാന്ന് ആരും ചോദിക്കും, ഇത് എങ്ങനെ ഉണ്ടാക്കും അറിയില്ല. ഇതൊരു പ്രത്യേക വെറൈറ്റി ചിക്കൻ കറി. അതെങ്ങനെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടൂല, മനസ്സിലായെങ്കിൽ. അപ്പൊ അസിന്റെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പൊറോട്ട അവിടെ പിന്നെ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ പൊറോട്ട. കുറഞ്ഞ പൊറോട്ട ഉണ്ടാക്കിയിട്ടുള്ളൂ, വേസ്റ്റ് ആയി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ചിക്കൻ ഇതാ ഇടാൻ പോവാണ്. ചിക്കൻ ഇടാൻ പോവാണ്. ഈ ചിക്കൻ കറിക്ക് എന്താ ചെയ്യുന്നത്, ചിക്കൻ ചെറുതായിട്ട് പീസാക്കണം. വലിയ വലിയ പീസാക്കി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പോകും. കണ്ടോ, ഒക്കെ പീസ് ചെറിയ പീസുകളാണ് ഇതിന്റെ. ഞാൻ പ്രത്യേകം എന്താ വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. കാരണം ഇതിന്റെ ഒരു വർക്കത്തോണ്ടാണ് ഈ കറി നന്നാണ്, അല്ലാതെ ഇതിന്റെ വർക്കത്തില്ല. ശരിയാണ്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ ചൊല്ലി കഴിഞ്ഞു. അപ്പൊ അതിങ്ങനെ ഇടുക. അല്ലാതെ എനിക്ക് ഇതിന്റെ പ്രത്യേക വർക്കത്തൊന്നും ഇല്ല കേട്ടോ. അവൻ പറഞ്ഞതാ, ഇത് ഈ ബിസ്മിന്റെ വർക്കത്തോണ്ട് ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. അതാണ് നമ്മുടെ വീട്ടിൽ ഉമ്മാരൊക്കെ ചെയ്യുമ്പോൾ ഏതൊരു കറി ഉണ്ടാക്കുമ്പോൾ നോക്കേണ്ടി ഈ ബിസ്മി ചെല്ലാതെ ഒരു തുടങ്ങില്ല. അപ്പൊ എന്താ അതിന്റെ ഒരു ബർക്കത്തിന്റെ, അതാണ് അതിന്റെ പ്രത്യേകത. ഇത് നമ്മള് അത്താഴത്തിന് പിന്നെ ചെറിയൊരു ചിക്കന് പൊരിക്കാൻ മസാല ആക്കി വെച്ചാട്ടോ. പിന്നെന്ന് പറഞ്ഞാലേ അതായത് പിന്നെ ഇങ്ങനെ ചിക്കന് ഇളക്കുമ്പോ നോക്കി ഇത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാറോ, ഈ കയ്യിൽ എങ്ങനെ പിടിക്കണം, അപ്പോഴാണ് അതിന്റെ ഈ ചിക്കൻ ഒടയാതെ ഇട്ടുള്ളൂ. നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ ഇളക്കും, അപ്പൊ ചിക്കൻ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പൊ അതൊന്നും പറ്റൂല. ഇതിലിപ്പോ നമ്മൾ കണ്ടോ ചിക്കന് പൊടിയില്ല. അപ്പൊ നോക്കി കണ്ടോ എല്ലാത്തിലും മസാല പിടിക്കും. അതൊക്കെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. അങ്ങനെ നമ്മളെ സലാവ് പിന്നെ ബക്കവടൊക്കെ വാങ്ങിക്കൊടുന്ന്, പിന്നെ ബക്കവട വാങ്ങിക്കൊടുന്നിട്ട് ഓയില് വാങ്ങിക്കൊടുന്ന്, അങ്ങനെ ഓയില് കൊടുന്ന് സലാവ് ബക്കവട കൊടുത്തിട്ടുണ്ട്. ഇന്നപ്പത്തെ നോമ്പ് എന്താ വെച്ചാല് നിസാർക്ക് എന്തായി എന്റെ പൊറോട്ട കഴിഞ്ഞോ പണി? പൊറോട്ട തുടങ്ങല്ലേ, പരിപാടി തുടങ്ങല്ലേ. എന്താണ് ആ തൊപ്പിന്റെ അതാണ് എന്റെ ഹൈലൈറ്റ്. ഇതാണ് പൊറോട്ട. കാണിച്ചോടങ്ങ്. ഇതാണ് പൊറോട്ട. ഇന്ന് നമ്മളിപ്പോ ഈ നോമ്പ് 10 തുടങ്ങിയിട്ട് ഞങ്ങളൊക്കെ ലോങ് പോണ ഡ്രൈവർമാരാണ്. ഒന്ന് ആദ്യമായിട്ട് ഞങ്ങൾ റൂമിൽ 3 ആളാണുള്ളത്. ഞങ്ങളൊന്ന് ആദ്യമായിട്ട് ഒന്ന് എന്ത് ചെയ്യാണ്, പിന്നെ ഇന്ന് ഞങ്ങൾ റൂമിൽ നോമ്പ് തുറക്കലാണ്. 10ാമത്തെ നോമ്പ്. ഒന്നും അവിടെ ഇവിടുന്നൊക്കെ ആയിട്ട് നോമ്പ് തുറക്കൽ വലിയ ക്ലിയർ ഒന്നും കിട്ടലില്ല. അപ്പൊ നിങ്ങൾ ഇന്നൊരു റൂമിൽ നോമ്പ് തുറക്കലിന്റെ ഒരു സന്തോഷങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പൊ ഓക്കെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പൊ ഇൻഷാല്ലാ ഓക്കെ എന്നാല്. അപ്പൊ അസിന്റെ ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ടൈം എടുക്കും. അള്ളാഹു എന്താക്കാരോ. ഇതാണ് ഞങ്ങളെ കമർ കമ്പനിയിലെ ഞങ്ങളെ റൂം. ഇത് നമ്മളെ ബെഡ്റൂമാണ്. ഇത് നമ്മളെ റൂമാണ്. പെട്ടിയാണ്.